നമസ്കാരം, ഞാൻ ഷാക്ടേ. ദിനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അത്തം നക്ഷത്ര ജാതരെ സംബന്ധിച്ചാണ്. അത്തം നക്ഷത്ര ജാതരുടെ 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള വ്യാഴദശാകാലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഈ 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ എന്ന് പറയുന്നത് ഒരു ഏകദേശ കണക്കാണ്. ഏകദേശ കണക്കെന്ന് പറയാൻ കാരണം അത്തം നക്ഷത്രക്കാർ ജനിക്കുന്നത് ചന്ദ്രദശാകാലത്തിലാണ്. ചന്ദ്രദശാകാലത്തിൻ്റെ പരമാവധി കാലദൈർഘ്യം എന്ന് പറയുന്നത് 10 വർഷമാണ്. പക്ഷേ അത്തം നക്ഷത്രക്കാർ ജനിക്കുന്ന സമയത്തെ ആശ്രയിച്ച് ചിലപ്പോൾ 10 വർഷം കിട്ടാം, 5 വർഷം കിട്ടാം, 2 വർഷം കിട്ടാം, 1 വർഷം കിട്ടാം, 10 ദിവസം കിട്ടാം ചന്ദ്രദശാകാലം. അങ്ങനെ ഒരു വ്യത്യാസം ആദ്യ ദശാകാലത്തിൽ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഏകദേശ കണക്കായിട്ട് 5 വർഷം എന്ന് നിജപ്പെടുത്തിയാണ് ചന്ദ്രദശാകാലം. അപ്പോൾ ജനനം മുതൽ 5 വയസ്സ് വരെ ചന്ദ്രദശാകാലമായിരിക്കും അത്തം നക്ഷത്ര ജാതർക്ക്. തുടർന്ന് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ചൊവ്വ ദശാകാലവും, 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ രാഹു ദശാകാലവും, 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴ ദശാകാലവുമാണ്. അപ്പം അത്തം നക്ഷത്ര ജാതർക്ക് 30 വയസ്സ് മുതൽ 46 വയസ്സ് വരെ വ്യാഴ ദശാകാലമാണ്. ഈ വ്യാഴ ദശാകാലം എങ്ങനെ എന്തൊക്കെ ഫലങ്ങളാണ് നൽകുക എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വ്യാഴദശാകാലം എന്ന് പറയുന്നത് ഗുണമാണോ അതോ ദോഷമാണോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഓരോ അത്തം നക്ഷത്ര ജാതൻ്റെയും ജാതകപ്രകാരം ജാതക ഗ്രഹനിലയിൽ വ്യാഴം ഏത് രീതിയിൽ ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. ജാതകപ്രകാരം വ്യാഴം ശുഭനാണെങ്കിൽ ശുഭഫലങ്ങൾ വർദ്ധിക്കും. ജാതകപ്രകാരം വ്യാഴം ദോഷകാരകനാണെങ്കിൽ ശുഭഫലങ്ങൾക്ക് മങ്ങലേൽക്കും. ഇതാണ് വ്യത്യാസം. ഇനി വ്യാഴം ശുഭനാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം? സാമ്പത്തിക ഉന്നതി. വ്യാഴത്തിനെ കൊണ്ട് പറയാൻ പറ്റുന്നത് സാമ്പത്തിക ഉന്നതിയാണ്. സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഉണ്ടാകും, തൊഴിൽ ലഭിക്കും, തൊഴിൽ സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം, തൊഴിൽപരമായിട്ടുള്ള വിവിധ തരത്തിലുള്ള ഗുണങ്ങൾ വർദ്ധിക്കും. സ്വന്തം നിലയിൽ ഭൂമി വാങ്ങിക്കുവാൻ സാധിക്കും, സ്വന്തം നിലയിൽ ഗൃഹം നിർമ്മിക്കുവാൻ സാധിക്കും, സ്വന്തം നിലയിൽ വാഹനം കരസ്ഥമാക്കാൻ സാധിക്കും, സ്വർണ്ണാഭരണങ്ങളുടെ ലഭ്യത ഉണ്ടാകും, സൽപുത്ര ജനനം ഉണ്ടാകും. ജാതകനോ അല്ലെങ്കിൽ കുടുംബത്തിലോ തന്നെ വിവാഹാദി മംഗള കർമ്മങ്ങൾ നടക്കും. തീർത്ഥാടനങ്ങൾ ഫലവത്താകും. ദേവകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് അതിലൂടെയുള്ള പുണ്യവും പ്രശസ്തിയും എല്ലാം ലഭിക്കും. വിദേശയാത്രകൾ നടത്തും. വിദേശത്ത് ജോലി തേടി പോവുകയോ ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോവുകയോ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കും. വിദ്യാഭ്യാസ നേട്ടവും വിദ്യാഭ്യാസ പുരോഗതിയും ഉണ്ടാകും. ഏത് മേഖലയിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. 100 രൂപയെങ്കിലും മിച്ചം പിടിച്ചൊരു നിക്ഷേപം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ പറ്റുന്ന തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ഒരു പൊതു സ്വീകാര്യത ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ നേതൃ പദവിയിലേക്ക് നിയോഗിക്കപ്പെടുകയോ എടുത്തുയർത്തപ്പെടുകയോ ചെയ്യാം. ഒന്നിലധികം വാഹനങ്ങൾ കരസ്ഥമാകും, ഒന്നിലധികം ആഭരണങ്ങൾ കരസ്ഥമാകും. ഭാഗ്യാനുഭവങ്ങളിലൂടെ പോലും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. എവിടെ തൊട്ടാലും നമ്മൾ പറയില്ലേ, കമന്ന് വീണ കാൽപ്പണവും കൊണ്ടേ പൊങ്ങും എന്ന് പറയുന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധമാണ് വ്യാഴം അനുകൂലത്തിൽ നിൽക്കുന്ന ഈ അത്തക്കാരി, അത്ത നക്ഷത്രകാരി എവിടെ എങ്ങനെ തൊട്ടാലും 10 രൂപ ഉണ്ടാക്കാതെ വരത്തില്ല. അവർ ശ്രമിച്ചാൽ കിട്ടുകയും ചെയ്യും. അവരെ പരിശ്രമിച്ചാൽ അത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എവിടെ നിന്നും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ, അതുവഴി കുടുംബത്തിൽ ഐശ്വര്യം, കുടുംബാംഗങ്ങൾക്ക് സന്തോഷം. തീർത്ഥാടനങ്ങളൊക്കെ നടത്തണമെങ്കിൽ അതുപോലെ മിച്ചം കാശ് നല്ല ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലേക്ക് വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിത തലത്തിലേക്ക് വ്യാഴദശാകാലത്ത് വ്യാഴത്തിന് ഈ അത്തം നക്ഷത്ര ജാതരെ എത്തിക്കാൻ സാധിക്കും. ഇനി വ്യാഴം പ്രതികൂലമായാലോ? വ്യാഴം പ്രതികൂലമാണെങ്കിൽ വ്യാഴത്തിൻ്റെ പ്രതികൂലതയുടെ ശതമാനം കണക്കൂട്ടിക്കാണ് ഫലം പറഞ്ഞെങ്കിലും ഒരു ഏകദേശം പറഞ്ഞാൽ കടബാധ്യതകൾ വർദ്ധിക്കും. ധനവരവൊക്കെ ഉണ്ടാവും. ധനവരവൊക്കെ ഉണ്ടെങ്കിലും വരുന്നതിൻ്റെ 3 ഇരട്ടി ചിലവാകുമ്പോൾ എന്ത് പറ്റും? കടബാധ്യതകൾ വർദ്ധിക്കും. ഈ കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഇവരിൽ ആവശ്യമില്ലാത്ത ചില ദുസ്വഭാവങ്ങളും കടന്നുകൂടും. ഒന്നെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ ചൂതുകളി, അല്ലെങ്കിൽ കുതിരപ്പന്തയം, അതൊന്നുമല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവ. സ്ത്രീകളാണെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷൻ്റെ സ്നേഹം ബലഹീനതയായിട്ട് തോന്നും. ഇവർ സമ്പാദിക്കുന്ന ധനം മുഴുവൻ അയാൾ അടിച്ചിട്ട് പോകും.
ഇങ്ങനെ. അപ്പോൾ നീചത്തിലോ ബലഹീനനോ ആയിട്ട് നിൽക്കുന്ന വ്യാഴം സർവ സമ്പത്തുകളെയും നശിപ്പിക്കും. തൊഴിൽ പ്രശ്നം, കാരണം കൃത്യമായിട്ട് തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് തൊഴിൽ വീഴ്ച ഉണ്ടാകും. അതോടുകൂടി തൊഴിൽ പ്രസ്ഥാനത്തിലെ പ്രശ്നങ്ങളാകും. ജോലി രാജിവെക്കാൻ ചിലർ രാജിവെച്ചുകൊണ്ട് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി വളരെയേറെ ബുദ്ധിമുട്ട് കിട്ടിയാലും 6 മാസം പോലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ മനസ്സ് കൃത്യമായിട്ടൊരു രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. എന്നാൽ നിരാശ, നഷ്ടബോധം, കബളിപ്പിക്കപ്പെട്ടു എന്ന ബോധം, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ അവർക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അവരെന്നെ കറിവേപ്പുറ എടുത്ത് കളഞ്ഞു എന്നുള്ള തോന്നൽ, ഇവയെല്ലാം കൂടി വരുമ്പോൾ ഇവരാകെ ഒരു മാനസികമായിട്ട് വളരെ പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം തന്നെ ഷുഗർ പോലെയുള്ള രോഗങ്ങളുടെ ആരംഭം, കർമ്മസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ഇവയും കൂടെ ചേർന്ന് വരുമ്പം പിടിപെട്ടിയേണ്ട തരയിട്ട് പാമ്പ് കടിച്ചെന്ന് പറഞ്ഞതിന് തുല്യമായ അവസ്ഥ. കാരണം വ്യാഴം പിഴച്ചാൽ സർവം പിഴച്ചു എന്നാണ് ചൊല്ലി. അത് ഏറെക്കുറെ ശരിയാണ് തന്നെ. ദേവന്മാർ പ്രാർത്ഥനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിർത്തും. മറ്റവർ പറയുന്ന ആ സമയത്ത് പറയുന്ന ന്യായം ദേവന്മാരെ എന്നും പ്രാർത്ഥനയുടെ ഒരു കാര്യമില്ല, അതൊക്കെ അന്ധവിശ്വാസമാണ്, ചുമ്മാ തട്ടിപ്പാണ്. ഇങ്ങനെ ഒരു കണക്കൂട്ടലിലേക്ക് എത്തുക. അതല്ലെങ്കിൽ ഇത്രയേറെ കാലം പ്രാർത്ഥിച്ച എന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിച്ചില്ല, അതുകൊണ്ട് ഇനി നീയുമായിട്ടുള്ള ബന്ധമില്ല എന്ന് പറയുന്ന രീതിയിൽ ദൈവവിരോധം ഭവിക്കുക, സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക, ഏതെങ്കിലും പ്രധാനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയെങ്കിൽ പകുതിയിൽ അത് ഇട്ടേച്ചും പോവുക. ഇങ്ങനെ അന്ന് വരെ ചെയ്തെന്തൊക്കെ നല്ല കാര്യങ്ങളും പുണ്യപ്രവൃത്തിയും ചെയ്തു വന്നോ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ അവർ പ്രാപ്തരാക്കുക. ഇതാണ് വ്യാഴത്തിൻ്റെ കളി. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം വ്യാഴദശാകാലം എന്ന് പറയുന്നത്. കാരണം വ്യാഴദശാകാലത്ത് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങാതിരിക്കുക. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള കടബാധ്യതകൾ വരുത്തി വയ്ക്കാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള രഹസ്യ സഞ്ചാരം ഒഴിവാക്കുക. അത് 10 രൂപ കൊടുത്താൽ 20 രൂപ കിട്ടുമെന്നൊക്കെ പറയുന്നതിലുള്ള തട്ടിപ്പ് പരിപാടികൾക്കും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾക്കുമൊക്കെ നിങ്ങൾ പോയി എത്രയും വേഗം കോടീശ്വരനാകാമെന്നൊക്കെ വിചാരിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും തിരിച്ചടി കിട്ടുന്നതിന്. നിയമപരമായിട്ടുള്ള ഒരു വേണ്ടാതനത്തിനും പോരുത്. നമ്മുടെ കയ്യിൽ കിട്ടുന്നതുകൊണ്ട് കഞ്ഞിയെ നമുക്ക് കുടിക്കാൻ മാർഗമുണ്ടെങ്കിൽ കഞ്ഞിയും മുളക് ഉടച്ചതും മതി, അതിൽ തൃപ്തിപ്പെട്ട് പോവുക. അങ്ങനെ പോവുകയാണെങ്കിൽ ദുഷ്കീർത്തി ഉണ്ടാവില്ല, കാരാഗ്രഹവാസം ഉണ്ടാവില്ല, മനക്ലേശവും ഉണ്ടാകത്തില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല. സുഖകരമായിട്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞു പോകാം. ഇതാണ് വ്യാഴദശയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. വ്യാഴം ശുഭനോ അശുഭനോ എന്നുള്ളത് ജാതകം നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വ്യാഴം പിഴച്ചാൽ എന്ത് ചെയ്യാമെന്നൊരു ചോദ്യം വരാം. അതിനുള്ള ഉത്തരം വ്യാഴാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച രാവിലെ 6-നും 9-നും ഇടയ്ക്കുള്ള സമയത്ത് രാവിലെ മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ 3 തവണ മുതൽ 33 തവണ വരെ പ്രദക്ഷിണം ചെയ്യുകയും പാലും മഞ്ഞളും കൂടെ കലക്കി അരയാലിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ചിട്ട് 5 മിനിറ്റോളം അതവിടെ അരയാലിൻ്റെ തടിയിൽ പറ്റി പിടിച്ചിരുന്ന ശേഷം അതിൽ നിന്നും അല്പം എടുത്ത് തിലകമായിട്ട് നെറ്റിയിൽ ധരിക്കുന്നതും വ്യാഴദോഷ പരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ അഭിപ്രായപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ഓരോരുത്തരുടെയും യുക്തിയും ബുദ്ധിയും വിവേകവും വിശ്വാസവും അനുസരിച്ച് ചെയ്യാം. ഇത്തരത്തിലുള്ള ജ്യോതിഷ ആധ്യാത്മിക വീഡിയോയിലാണ് നമ്മൾ ഈ ചാനലിലൂടെ ഇടുന്നത്. തുടർന്ന് ഞങ്ങളുടെ വീഡിയോ കാണുവാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചെറിയ സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഇല്ല എന്ന് യൂട്യൂബ് കമൻറ്റുകൾ കാണുന്നുണ്ട്. അവരുടെ അറിവിലേക്കായി 92881544 9288115644 എന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ആയിട്ടുള്ള സന്ദേശങ്ങൾ അയയ്ക്കുക. കോളുകൾ വിളിച്ചാൽ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞങ്ങളെപ്പോഴും വെറുതെ ഇരിക്കുന്നവരായിരിക്കില്ല, പലതരത്തിലുള്ള തിരക്കുകളാണ്. നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ഞങ്ങളുടെ സമയം പോലെ
അതിൽ നോക്കി ഞങ്ങളുടെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള മറുപടി തരുന്നതിലും വിരോധമില്ല. ഇതാണ് ഈ കാര്യത്തിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വിവരങ്ങളും ദശാകാല വിവരണങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.